ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മീനിൻ്റെ തല കൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു തലക്കറിയാണ്. അപ്പോൾ ഈ മീനിൻ്റെ തല കുറച്ച് ഉപ്പും മുളകും ഒക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. തണുപ്പൊക്കെ മാറിയപ്പം ഞാനെടുത്ത് പുറത്ത് വെച്ചു. ഇനി ഇത് നമുക്ക് കറി വയ്ക്കാം. അതെങ്ങനെയാണ് കറി വയ്ക്കുന്നത് നമുക്ക് നോക്കാം. 4-5 ചെറിയുള്ളി, ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി, കറിവേപ്പില, ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം. ഒരുപാടങ്ങ് ചതഞ്ഞ് പോകണ്ട, ഈ ഒരു പരുവത്തിൽ ചതച്ചെടുത്താൽ മതിയാകും. അടുത്തതായിട്ട് 1/2 കപ്പ് അളവിൽ തക്കാളി അരിഞ്ഞത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് അടിച്ചെടുക്കണം. മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ചെറിയ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്താൽ മതിയാകും. വെള്ളം ഒന്നും ഒഴിച്ച് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പരുവത്തിൽ നല്ല സ്മൂത്തായിട്ട് ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു മൺചട്ടി സ്റ്റവിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ആ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ആ കൂട്ടങ്ങൾ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടി, 1 നുള്ളു ഉലുവാപ്പൊടി, ഇത്രയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ മീൻ തലയിൽ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പുമൊക്കെ ചേർത്തിട്ടുണ്ട്. അതനുസരിച്ചിട്ട് വേണം നമ്മളിപ്പോൾ ഈ പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഈ പൊടികളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടത്. നന്നായി മൂത്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ചെടുത്ത തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളി പേസ്റ്റ് ചേർത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്ക് വെള്ളം ചേർക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടൊക്കെ അതുവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ആ മിക്സ് ചെയ്ത് ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പോരാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർക്കാം കേട്ടോ. കുറച്ച് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പരുവത്തിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മീനിൻ്റെ തലയിൽ കുറച്ച് ഉപ്പൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തക്കാളിയുടെ പുളി പോരാ എന്നുള്ളവർക്ക് കുറച്ച് കുടംപുളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് കുതിർത്തെടുത്ത കുടംപുളി ഒരു 3-4 പീസ് ചേർത്ത് കൊടുക്കുകയാണ്. കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ മീനിൻ്റെ തല ചേർത്ത് കൊടുക്കാം. പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടച്ച് വെച്ച് ഇത് വേവുന്നത് വരെ ഒരു 3 മുതൽ 5 മിനിറ്റ് സമയം വരെ നമുക്കിതൊന്ന് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. അടച്ച് വയ്ക്കാം. 5 മിനിറ്റ് സമയം കഴിഞ്ഞു. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി നോക്കാം. തലയൊന്നും പൊടിഞ്ഞു പോയിട്ടില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.